എടുക്കുന്ന ആരായിരിക്കും തീരുമാനിച്ചിട്ടില്ല. അതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ അത് വ്യക്തമാക്കാൻ പറ്റൂല, ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ആദ്യ വാർത്ത തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ വീട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാർ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാവിധ അറ്റകുറ്റപ്പണിയും തീർത്തതിന് ശേഷം പുതിയതായിട്ട് അത്രയും കൊടുക്കുള്ളൂ. ഇപ്പം എന്തായിരുന്നാലും ദൈവം നിശ്ചയിച്ച ഒരാൾക്ക് അതാരാണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആണെന്നാണ് എൻ്റെ ഒരു തിങ്കിങ്. ടോക്കൺ ഫില്ലായാലും ഫില്ലായില്ലെങ്കിലും 22-ാം തീയതി നടത്തും. നമസ്കാരം. വീണ്ടും കടക്കൽ ഷംനാദക്കയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച, ഇവിടെ താമസിക്കുന്ന കാലത്തൊന്നും ഈ പറയുന്ന കബോർഡൊന്നും കിച്ചണിൽ ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ ഞാൻ വന്ന് കാണുന്ന കാഴ്ച എല്ലായിടത്തും പുതിയ കബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. വീടൊക്കെ നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും പുതുപുത്തനാക്കിയിരിക്കുന്നു. വണ്ടിയെല്ലാം വർക്ക്ഷോപ്പിലല്ലേ, എല്ലാം പണിയെല്ലാം തീർത്ത്. വണ്ടി ഷോറൂമിലായിരുന്നു, ഇന്നിപ്പോൾ എടുത്തോണ്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി എടുത്തോണ്ട് ബെൻസ് ഇന്നലെ ഷോറൂമിൽ സർവീസ്, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങൾ, ഫിൽറ്ററുകൾ എല്ലാം മാറി ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അതിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. അത് പെയിന്റിങ് കാര്യങ്ങൾ അതും കൂടെയൊക്കെ ചെയ്യാൻ. മാത്രമല്ല പുതിയ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നു. വാഷിംഗ് മെഷീൻ നമ്മുടെ ഇവിടെ ഇരുന്ന വാഷിംഗ് മെഷീൻ, നിലവിലിരുന്ന വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നാളായി. അതായത് ഏകദേശം ഒരു 6 മാസത്തോളമായി. ഇപ്പോൾ ഇവിടെ അല്ലാതെ തന്നെ തുണികളൊക്കെ. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കളിപ്പാട്ട് ഉൾപ്പെടെ കൊടുത്തിട്ട് പോകുന്നതാണ്. ശരിയാണ്, ഒന്നും എടുക്കുന്നില്ല. ഒക്കുന്നത് ഇങ്ങോട്ട് ഇതിനകത്തോട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന ഇപ്പോൾ പൈസകളൊക്കെ കുറേച്ചൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നും ഇതിനകത്ത് നമ്മൾ ഇറങ്ങിപ്പോകുന്നെന്ന് കരുതിയിട്ട് ഒന്നും നമ്മൾ ഒന്നും ഇല്ലെന്നാക്കി വെച്ചിട്ട് പോകാനാ, അല്ലെങ്കിൽ കിട്ടുന്നവർക്ക് എല്ലാം നല്ലതായിക്കോട്ടെ എന്നാണ് കരുതുന്നത്. അതായത് ആർക്കായിരുന്നല്ല, അതിപ്പോൾ എന്തായിരുന്നാലും ദൈവം ഒരാളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇത് ഒന്നുമല്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് ഈ കൂപ്പണെല്ലാം വിറ്റ് കഴിഞ്ഞു, അതേ 10,000-ൽ കൂടുതൽ കൂപ്പൺ നിങ്ങൾ കൊടുക്കണുണ്ടോ, എന്തായി? പലർക്കുള്ള സംശയമാണത്. പലർക്കുള്ള സംശയം എന്ന് വെച്ചാൽ നമ്മൾ കൂപ്പൺ കൊടുത്തു തുടങ്ങിയത് തന്നെ 5,000-ൽ നിന്നാണ്. അതായത് നമ്മൾ 1, 2, 3 തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് 1 ആയുള്ളൂ, 2 ആയുള്ളൂ, അങ്ങനെയുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ 5,000-ൽ നിന്ന് മുമ്പോട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പം നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് 4,000, 3,000 ഇങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 10,000 ആയില്ല, 9,000 വരെ ആയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് 4,000-ലോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് വിറ്റിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6,000 ടോക്കണോളം ഇപ്പോൾ നമുക്ക് നിലവിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ തുച്ഛമായ ദിവസത്തിനകത്ത് തുച്ഛമായ ഈ 3-4 ദിവസം നഷ്ടം വരില്ലേ? 10,000 ഭയങ്കരമായിട്ട് നഷ്ടം വരും. കാരണം പണിയെടുത്താലൊന്നും എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കാര്യങ്ങൾ ഇനിയും എന്നെക്കൊണ്ട് എനിക്കിതിനകത്ത് ഗാർഡനൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല. ഈ സമയങ്ങളില്ല, ഫണ്ടുകളും ഒത്തിരി ഇതായിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ഫുൾ എമൗണ്ട് വന്നാൽ പോലും ഇപ്പോൾ നമുക്ക് ന്യായമായിട്ട് വെളിയിൽ കിട്ടുന്ന എമൗണ്ട് ആവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ചിലവുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചിലവുകൾ, ഏകദേശം 20 ലക്ഷം രൂപയോളം നമുക്ക് പ്രതീക്ഷിക്കാത്ത ചിലവുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിൽ 20 ലക്ഷം രൂപയോളം ഇപ്പോൾ ചിലവ് വന്നു കഴിഞ്ഞു. അത് ഈ വീടിന് മാത്രമല്ല, അല്ലാതെ പല രീതിയിലും പലവിധ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ, പലവിധ വിഷയങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 20 ലക്ഷം രൂപയോളം നിലവിൽ ചിലവായി കഴിഞ്ഞു. പലവിധ കാര്യങ്ങൾ തർത്തീവാക്കി പിന്നെ നമ്മുടെ ബാങ്കിലെ ബാധ്യതകൾ, അതൊന്നും ഇതിൽപ്പെടുന്ന അല്ല കേട്ടോ. അതൊന്നും അല്ലാതെ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ, പല ഉണ്ടക്കുരുക്കുകൾ, പല വിഷയങ്ങൾ, ഇതെല്ലാം നമ്മൾ തീർത്ത് ക്ലിയർ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് 22-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് മാറ്റിവെപ്പില്ല. ആ ദിവസം നമ്മൾ ഈ പരിപാടി നടത്തും. അത് ഞാൻ കൊടുക്കുന്ന ഉറപ്പാണ്. ഷംനാദൊക്കെ പരിചയമില്ലാത്തവർക്ക് വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കടക്കൽ സ്വദേശിയാണ്, നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. കൊറോണ എല്ലാവരെയും തകർത്തതുപോലെ ഷംനാദൊക്കെയും തകർത്തു. പെട്ടെന്ന് കടം കയറി വന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഷംനാദൊക്കെ ഇപ്പോൾ വീടും ബെൻസ് കാറും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടി ലക്കി ഡ്രോയിൽ വെച്ചിരിക്കുന്നത്. 1,500 രൂപയാണ് ഒരു കൂപ്പണ്. 10,000 കൂപ്പണാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ഇപ്പുറയിൽ കാണുന്ന ഈ ഒരു വലിയ വീടും 13 സെൻറ്റ് വസ്തുവാണ് ഫസ്റ്റ് പ്രൈസ്. എത്രയുണ്ട്? 17 സെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്കിൽ നിന്ന് അവർ വന്ന് അളന്നപ്പോഴത്തേക്ക് 16 സെൻറ്റേ ഉള്ളൂ. നിലവിൽ വീടിൻ്റെ റോഡിൻ്റെ വീതിയൊക്കെ കൂടിയപ്പോഴത്തേക്ക് വന്ന ഒരു ഇതാണ്. ഇപ്പോൾ 16 സെൻറ്റും ഈ 2 വീടും 4 ബെഡ്റൂമോടെ വീടും ഇതിനകത്തുള്ള ഫർണിച്ചറുകളെല്ലാം ഇതിനകത്തുനിന്നൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കയറ്റിയിട്ടുമുണ്ട്. അത് ഉൾപ്പെടെ ഒന്നും നമ്മൾ എടുത്ത് മാറ്റുന്നില്ല. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ വാങ്ങിച്ച് നമ്മളെ ഇരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴക്കം ചെന്നതും കേടായതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ മാറ്റി. ഫ്രിഡ്ജിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്നലെ കൊണ്ടുപോയി അതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
എല്ലാം ഇൻഷാ അല്ലാഹ് ഒരുവിധം എല്ലാം ക്ലിയറാക്കിയാണ് നമ്മൾ ഇത് കൊടുക്കുന്ന ആളിനെ നമ്മൾ തൃപ്തികരമായിട്ട് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പക്ഷേ ഇത് തൃപ്തികരമായിട്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് ടോക്കൺ ഫില്ലാവണം. ടോക്കൺ ഫില്ലായില്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള നിൽക്കുന്നതിനേക്കാൾ ഭീമമായ വീണ്ടും ബാധ്യതകളിലേക്ക് പോകും. പിന്നെ ഞാൻ കരുതുന്നത് എനിക്ക് അള്ളാഹു താല എവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ എത്രയാണ് വെച്ചിരിക്കുന്നതെന്ന് അള്ളാഹു താലയൊക്കെ അറിയാം. അപ്പോൾ അതേ നമുക്ക് കിട്ടും. അതിനപ്പുറത്തോട്ടും പോകാൻ പറ്റില്ല, അതിനിപ്പുറത്തോട്ടും പോകാൻ പറ്റില്ല. മേളിലിരിക്കുന്ന ഒരാൾ അതൊന്നും ഇത് ഒരു ബിസിനസ്സും അല്ല, ഇതൊരു ലാഭസമ്പാദന മാർഗവും അല്ല. ഇതൊരു നിവൃത്തികേട് കൊണ്ട് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ഇത് പലരും എന്നെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യണമെന്ന് വേണ്ടി പലരും വിളിക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. ഒരുപാട് കടമ്പകൾ ഇപ്പം തന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അത്ര എമൗണ്ടോളം ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ലോസ്. അത് മാത്രമല്ല, സ്വസ്ഥതയില്ലാതായിട്ട് കടമുണ്ടെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉറക്കം ഊണ് എൻ്റെ വീട്ടിലെ കൊച്ചുങ്ങളുമായിട്ട് അല്ലാതെ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ബിസി ഇടങ്ങേറുവാണെന്ന് വെച്ചാൽ ഫോണെന്നൊക്കെ തന്നെ ചെവിയൊക്കെ നമുക്ക് പഴുക്കും, അത്രയും ചെവിയൊക്കെ ചൂടാവും. അത്രയും സമയം നമ്മൾ ഓരോരുത്തരെടുത്ത് നമ്മളെ ജീവിത കഥകൾ മൊത്തവും പറഞ്ഞ് ലാസ്റ്റ് അവർ പറയും വൈകുന്നേരം ആവട്ടെന്ന് പറയും. ഇപ്പം ആൾക്കാർ വിചാരിക്കുമ്പോഴേ ഈ നമ്മളെ ഓരോ വീഡിയോയും മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ വിചാരം എന്ന് വെച്ചാൽ ഈ മില്യൺ കണക്കിന് ആൾക്കാർ ടോക്കൺ എടുത്ത് കാണും എന്നാണ് വിചാരം. ഇതിനകത്തുനിന്ന് കുറേ പേര് നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആവശ്യക്കാർ ഇതിനിടയിൽ കൂടെ വിളിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് കിട്ടത്തുമില്ല. ആവശ്യക്കാർ വിളിക്കുന്നവർക്ക് കിട്ടത്തുമില്ല. ഇവരടുത്ത് ഈ കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കഥയുമില്ല. ഇവരിത് കേട്ടിട്ട് അതിലേക്കൂടെ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷകരമായിട്ട് ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായിരുന്നാലും ഞാനതിന് തയ്യാറാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നല്ല ഇടങ്ങേറിലോട്ട് പോകും. ഇടങ്ങേറിലാണ്. ആ ഇടങ്ങേറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു സാമ്പത്തിക ലാഭത്തിനൊന്നും ചെയ്തതല്ല, മറ്റൊരു മാർഗം നമ്മളെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ദൈവം നിശ്ചയിച്ച ഒരാൾക്ക് അതാരാണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആണെന്നാണ് എൻ്റെ ഒരു തിങ്കിങ്. അല്ലാതെ നമുക്കൊന്നും അതിനൊന്നുള്ള കഴിവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യണമെന്ന് വേണ്ടി വിളിക്കുന്നവരുള്ള മറുപടിയാണ് ഇത്. അങ്ങനെ ഒരു പിന്നെ നമ്മൾ വിചാരിക്കുന്ന പറ്റുന്ന കാര്യമല്ല, 100% തല പൊട്ടും. അത്രത്തോളം ടെൻഷനും തല പൊട്ടും. ഞാൻ അന്ന് കണ്ട ആളും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആളുമായിട്ട് ഇടയ്ക്കുള്ള വീഡിയോകളിലൊക്കെ എൻ്റെ സ്വഭാവവും എൻ്റെ സംസാര ശൈലിയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതായത് പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ട്, അതൊന്നും ഈ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മുടെ ഈ ഭ്രാന്തെടുക്കുവാണ്. ഓരോ വഴിയിൽ നിന്നുള്ള വിളി, ബുദ്ധിമുട്ടിക്കൽ, പ്രശ്നങ്ങൾ, അങ്ങനെ ഇങ്ങനെ മറ്റത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള പല ഇതെല്ലാം കൂടെ കൊണ്ട് ഭ്രാന്തെടുത്തിട്ട് നമ്മളെ മുഖഭാവവും നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി എല്ലാം വ്യത്യാസമാവുകയാണ്. നമ്മുടെ രീതികളിൽ പോലും വ്യത്യാസമാവുകയാണ്. നമ്മളെ മനുഷ്യൻ്റെ ചിലർ വിചാരിക്കാം എനിക്കിപ്പോൾ പൈസയൊക്കെ വന്നതിൻ്റെ അഹങ്കാരം, അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നാം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭ്രാന്തെടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ വരുന്നതൊക്കെ. ഞങ്ങൾ ഈ വാർത്ത ആദ്യമായി സമൂഹത്തിലേക്ക് എത്തിച്ചത്, പ്രേക്ഷക സമക്ഷത്തിലേക്ക് എത്തിച്ചത് ഞങ്ങൾ വിസ്മയ ന്യൂസ് ടീമാണ്. അതിനുശേഷം 1-2 ചാനലൊക്കെ വേറെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യ വാർത്ത തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ വീട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ എല്ലാവിധ അറ്റകുറ്റപ്പണിയും തീർത്തതിന് ശേഷം പുതിയതായിട്ട് അത്രയും കൊടുക്കുള്ളൂ. ആ ഒരു കാര്യം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഷംനാദൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഗേറ്റ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഒരു പുതിയ വീടിൻ്റെ ഇനിയുണ്ട് ഇന്റർലോക്ക് പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇന്റർലോക്ക് പെയിന്റിങ് ഏകദേശം എനിക്ക് തോന്നുന്നു 25-30 ദിവസം കൊണ്ട് ഇവിടെ 22 ദിവസം കൊണ്ട് ഇവിടെ പെയിന്റിങ് കിടക്കുക. അത്രയും ദിവസം കൊണ്ട് പണി കിടക്കുക. 22 ദിവസം കൊണ്ട് ഇവിടെ പെയിന്റിങ് കിടക്കുക. ഇനിയും ഇന്റർലോക്കിലേക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അത്രയും പണികൾ നമ്മൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. കാരണം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. എന്നിട്ട് നമുക്ക് ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതെല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടികൾ ഇത്രയും നാളുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. ഇതുവരെ നിലവിൽ എൻ്റെ കയ്യിൽ വേറെ പ്രശ്നങ്ങളില്ലാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്താവും വാഹനങ്ങളാണ് എന്താവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പക്കയാക്കി കമ്പനിക്ക് എത്തി സർവീസും ചെയ്താണ് നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ ചെയ്ത്
ആണ് കൊടുക്കുന്നത്. ശരി ശരി. പിന്നെയും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാകും, അതൊക്കെ കിട്ടുന്നവർ നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ല അതിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് പിന്നെ പറ്റുന്നില്ല. കാരണം നിലവിൽ പോലും ടോക്കൺ പോലും ഇത്ര ആയതേ ഉള്ളൂ. ആൾക്കാർ പറഞ്ഞുണ്ടാക്കണം 50,000 വിറ്റു, 1,00,000 വിറ്റു, 2,00,000 കഴിഞ്ഞു, ഇത്രയും വ്യൂവേഴ്സും ഉണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും പേര് കണ്ടു കഴിഞ്ഞല്ലോ. ആൾക്കാരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട എല്ലാവരും വിളിച്ച് നമുക്ക് ടോക്കൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ വിളിക്കണവരെല്ലാം ടോക്കൺ എടുക്കുകയാണ്. ഈ വിളിക്കണവരിൽ ഒരു വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 5,000 കോള് വരും. ഈ 5,000 കോള് വന്നാൽ അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 600 കോളായിരിക്കും. ഈ 600 കോളിൽ ഒരു 100 കോളോ 200 കോളോയെ 100-200 കോള് മാത്രമേ അതിനകത്ത് കൂപ്പണായിട്ട് മാറുള്ളൂ. ബാക്കിയെല്ലാം ഈ കഥകൾ കാര്യങ്ങൾ അറിയാനും വിളിക്കുന്നവരാണ് കൂടുതലും. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വേറെ ഏതൊക്കെ ഒരു ചാനലിലും കണ്ട് എന്തോ ഒരു ലൈവ് അന്തരം കണ്ടൊക്കെ പോകണുണ്ട്, ഇത്രയും പേര് കണ്ടു കഴിഞ്ഞു, ഇത്രയും ടോക്കൺ വിറ്റ് കാണും, ഇനിയും അവർ വീണ്ടും വിറ്റുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇപ്പം നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22-ാം തീയതി ഡ്രോ നടക്കുന്ന സമയം വരെ വിറ്റാൽ പോലും നമ്മളെ ടോക്കൺ തീരൂല. ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ നിലവിലുള്ള ടോക്കൺ ഈ ഡ്രോ നടക്കുന്നതിൻ്റെ അന്ന് 22-ാം തീയതി ഞാൻ ഡ്രോ ഇടുന്ന ആ സമയം വരെ വിറ്റാൽ പോലും എനിക്ക് തീരത്തില്ല. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പോൾ എനിക്ക് എൻ്റെ ഈ സുഹൃത്തുക്കളോട്, ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങളെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിരൽ തുമ്പ്, നിങ്ങളുടെ ഒരു ഫിംഗർ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്കറിയുന്നവരിലേക്ക്, നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളുണ്ടാവും, നിങ്ങൾ തന്നെ അംഗമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടാവും. അവിടെയെല്ലാം നിങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ എടുത്തിട്ടുണ്ട്, ഇന്ന കണക്കാണ് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കാണുന്നവർ അവരും എടുക്കാൻ നിൽക്കും. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും. ഇതിനകത്തെല്ലാം ഈ വീഡിയോകളെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതൊരു ബിസിനസ്സൊന്നുമല്ല, ഇതൊരു അതിജീവന മാർഗം മാത്രമാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും ഇതൊന്ന് നമുക്ക് ഒരു മാന്യമായിട്ടുള്ളൊരു വിലയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലും ഒരു ഭാഗ്യശാലിക്ക് ഇത് കിട്ടണം. ഇത് ദൈവം കണ്ടുപിടിച്ച ഒരു ഭാഗ്യശാലിക്ക് കിട്ടും. അത് ദൈവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവരിലേക്ക് നമ്മളെ എത്തിക്കലാണ് ആ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇതിനകത്തെ വാസ്തവം ഇതാണ്. ഞാൻ മനസ്സിലാക്കിയ വാസ്തവം ഇതാണ്. 22 മാറത്തില്ലല്ലോ. ഇല്ല. ഇനിയിപ്പം ടോക്കൺ ഫില്ലായാലും ഫില്ലായില്ലെങ്കിലും 22-ാം തീയതി നടത്തും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയണം. എന്നെക്കൊണ്ട് ഒക്കുന്നത്ര ടോക്കൺ ഞാൻ വിൽക്കാൻ ശ്രമിക്കും. കാരണം എനിക്ക് അത്രത്തോളം ഫണ്ടുകൾ ഇതിനകത്ത് പല രീതിയിൽ എനിക്ക് ചിലവായിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 6,000 ടോക്കൺ ആ ഒരു റേഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എത്രത്തോളം വിൽക്കാൻ പറ്റുമോ അത് നിങ്ങളൊക്കെ ഷെയർ ചെയ്താൽ മാത്രമേ എനിക്കത് വിൽക്കാനും പറ്റൂ. നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്താലേ വിൽക്കാൻ പറ്റൂ. അല്ലാതെ എനിക്ക് വിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഒരാളുടെ കൊണ്ടൊന്ന് കൊടുത്തെടുപ്പിക്കാൻ ബൈ ഹാൻഡ് ഞാൻ ഒരാൾക്ക് പോലും ടോക്കൺ കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണം അത്. എനിക്ക് വേണമെങ്കിൽ ഒരു 5,000 ടോക്കൺ സിമ്പിളായിട്ട് എനിക്കിവിടെ ബൈ ഹാൻഡ് കൊടുക്കാം. അതിൻ്റെ കണക്ക് GST ഒന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ നാളെ ഒരു സമയത്തിന് ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഈ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള നമ്മുടെ നാട്ടുകാർ തന്നെ പറഞ്ഞുണ്ടാക്കും അത് നമ്മൾ ഒത്തുകളിച്ച് കൊടുത്തു, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുകളുണ്ടാകും. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും അവരവരുടെ ടോക്കൺ എടുക്കുന്നതിന് മുമ്പ് അവർ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്ന ടൈം ഉൾപ്പെടെ അതിനകത്തുണ്ടാവും. നമ്മുടെ വാട്സപ്പിലേക്ക് അവർ അയച്ചു തരുന്ന ടൈം ഉൾപ്പെടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ടോക്കൺ തിരിച്ചയച്ചു കൊടുക്കുന്ന സമയമുണ്ട്. അതെല്ലാം റെക്കോർഡിക്കലാണ്. ആരെ മുമ്പേയും എനിക്ക് കാണിക്കാൻ പറ്റും. ഇത്രാം തീയതി പൈസ തന്നു, ഇത്രാം തീയതി ഞാൻ ടിക്കറ്റ് കൊടുത്തു, ഈ ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ആരുടെയും നമ്പർ ഞാൻ വ്യക്തമാക്കത്തില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയണം. കാരണം അത് എനിക്ക് പല കോളുകൾ വന്നു. ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ടുള്ള പലരും അവരുടെ നമ്പർ ഇത് അടിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ നമ്പർ വ്യക്തമാക്കരുതെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി അത് ബാധിക്കും. ഈ കണ്ട ആൾക്കാർ മൊത്തം അതിനകത്തേക്ക് കിടന്ന് വിളിക്കും. അതൊരു വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് അത് നമ്മൾ അവരെ പിന്നെ അവരുടെ നമ്പർ കാണിക്കത്തില്ല. അവരുടെ അഡ്രസ്സ് കാണിക്കും, നമ്പർ കാണിക്കത്തില്ല. അത് പ്രത്യേകിച്ച് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇഷ്യൂ. അവർക്ക് പിന്നെ ഒരു സമാധാനമില്ലാത്ത ജീവിതമായിട്ട് മാറും. അങ്ങനൊരു വിഷയമുണ്ട്. പിന്നെ ഇതിനകത്ത് ലൈവിൻ്റെ കേസ് നമ്മൾ ഈ ലൈവിനകത്ത് എല്ലാവരുടെയും നമ്പർ കാണിക്കാമെന്ന്, എല്ലാവരുടെയും ടോക്കൺ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടോക്കൺ കാണിക്കുമ്പോൾ എല്ലാവരുടെയും നമ്പർ അതിനകത്ത് വരികയാണ്. അങ്ങനൊരു ഇഷ്യൂ നിലവിലുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്പർ കാണിക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പെണ്ണുങ്ങൾ ഉൾപ്പെടെ പലരും ഓരോ പേഴ്സണൽ നമ്പറുകളൊക്കെ തന്നിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് പ്രത്യേകിച്ച് എന്നെ വിളിച്ച്
പലരും ഒന്നല്ല 1000 പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിനകത്ത്. അവരുടെ നമ്പർ വെക്കണോ നമ്പർ വെക്കണ്ട എന്ന് പറഞ്ഞവരും ഉണ്ട് പലരും. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും ഒന്നും വിചാരിക്കരുത്, ആ നമ്പർ കാണിക്കാൻ നിർവാഹമില്ല. നമ്പർ കാണിക്കാമെന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഒരാൾ പറയണേ എൻ്റെ നമ്പർ നിങ്ങൾ കാണിച്ചോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പർ നമ്മൾ കാണിക്കാം. അത് നമ്മുടെ ഈ യൂട്യൂബിനകത്ത് നമ്മൾ വേണ്ടുന്നവരുടെ നമ്പറുകൾ നമ്മൾ കാണിച്ചു കൊടുക്കും. എങ്ങനെ അവർ കാണിക്കാൻ എൻ്റെ നമ്പർ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നമ്പർ അതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ആ നമ്പർ കാണിക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു കൊടുക്കും. ഓരോ വ്യക്തിക്കും അവരവരുടെ നമ്പർ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ അത് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് അത് ബോക്സിലേക്ക് ഇടുള്ളൂ. ആ ബോക്സിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല. വീണ്ടും കാണണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ലൈവിനകത്ത് വീണ്ടും കയറി അത് നോക്കിയെടുക്കാനേ പറ്റും. നറുക്കെടുക്കുന്ന ആരായിരിക്കും? തീരുമാനിച്ചിട്ടില്ല. അതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ അത് വ്യക്തമാക്കാൻ പറ്റൂല. ലൈവായിട്ട് കാണാൻ പറ്റും. ഏതായാലും 22-ാം തീയതിയാണ്, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊരു അതിജീവനത്തിൻ്റെ പാതയാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഞാൻ ലോൺ എടുത്ത ബാങ്കുകളെയോ വ്യക്തികളെയോ ഒന്നും പറ്റിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല, അവരെയൊന്നും വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ വീടും കാറും എല്ലാം ലക്കി ഡ്രോ വെച്ച് ഏതെങ്കിലും ഒരു ഭാഗ്യശാലിയെ കൊടുത്ത് തൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ശ്രമിക്കുന്നതും ആരെയും പറ്റിക്കിരിക്കാൻ നോക്കുന്നത്. കാരണം ഒരുപാട് പേരൊക്കെ നമുക്കറിയാം, കടം വാങ്ങിച്ച് ലോണൊക്കെ എടുത്ത ശേഷം ബാങ്കുകാരൊക്കെ പിറകെ നടന്ന് ജപ്തിയും കാര്യങ്ങളും ബഹളമൊക്കെ ആയിട്ട് എല്ലാവർക്കും മാനസിക വിഷമമുണ്ട്. അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരെയും വേദനിപ്പിക്കരുത്, ആരുടെ കടവും തീർക്കാതിരിക്കരുതെന്ന ഒരു നല്ല വിചാരത്തോടു കൂടിയാണ് ഷംനാദ് ഇപ്പോൾ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴിവുള്ളവരൊക്കെ സഹായിക്കുക, കാരണം അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ പാതയാണിത്. സ്പേസ് വേണ്ടി ക്യാമറമാൻ റജീനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.